നമസ്കാരം മാന്യ പ്രേക്ഷകരെ, സ്നേഹ നമസ്കാരം. സുരേഷ് ഗോപി തൃശ്ശൂരിൽ ജയിച്ചതുമായി ബന്ധപ്പെട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇങ്ങനെ പുകഞ്ഞു കത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു നേരത്തെ ഈ നേതാക്കളിൽ മാത്രമാണോ ഈ ഒരു പ്രശ്നമുള്ളത് എന്നൊരു വലിയ ചോദ്യം തന്നെ ഇവിടെ ഉയർന്നു വരികയാണ്. കാരണം അവിടുത്തെ പൊതുജനങ്ങളിലുള്ള അതല്ലെങ്കിൽ തൃശ്ശൂരിലുള്ള മാക്രി കുഞ്ഞുങ്ങളുണ്ടല്ലോ, കമ്മ്യൂണിസ്റ്റ് നരഭോജി കൂട്ടങ്ങളിൽപ്പെട്ട സഖാക്കന്മാരായിട്ടുള്ള മാക്രി കുഞ്ഞുങ്ങൾ, അതിൽ രണ്ട് മാക്രി കുഞ്ഞുങ്ങളെ നമ്മളിവിടെ പരിചയപ്പെടേണ്ടതുണ്ട്. അത് ഒരു മാക്രി കുഞ്ഞിന്റെ ഫോട്ടോ ഞാൻ ഇവിടെ കാണിച്ചു തരാം. അവിടുത്തെ തൃശ്ശൂരിൽ തന്നെയുള്ള ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ ആണ് ഇദ്ദേഹം. ഇദ്ദേഹത്തെ അറിയുന്നവരൊക്കെ ഇദ്ദേഹത്തോട് ഇനി വീണ്ടും വീണ്ടും ചോദിക്കേണ്ടതുണ്ട്. കാരണം മരണ വീട്ടിൽ ചെന്ന് കോമഡി പറയാമോ എന്നൊരു ചോദ്യം നമ്മുടെ ഇടയിലൊക്കെ ഉണ്ട്. പക്ഷെ ഈ വീട്ടിൽ ചെന്ന് നമ്മൾ കോമഡി പോലെ തന്നെ ഇവന്റെയൊക്കെ ശവത്തിൽ കുത്തുന്ന പോലെ തന്നെ ചോദ്യങ്ങൾ ചോദിക്കേണ്ടതുണ്ട്. അത്തരത്തിൽ ഇവനോട് ചോദിച്ച ഒരു ക്ലിപ്പ്, ഒരു ചാനൽ, ഏതൊരു ചാനലാണ്, എനിക്ക് ആ ചാനലിന്റെ പേര് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ അത് ഗംഭീര ചോദ്യങ്ങളുമായിരുന്നു. അവനൊന്ന് പൊട്ടിക്കരഞ്ഞുകൂടെ സഖാവേ എന്ന് ഇത് കേട്ടാൽ ആരും ചോദിച്ചു പോകും. ഈ മാക്രി കുഞ്ഞിന്റെ ആ ഓഡിയോ ഗംഭീര ചോദ്യവും ഉത്തരവുമാണ്. അതൊന്ന് കേൾക്കേണ്ടത് തന്നെയാണ്. അതൊന്ന് കേട്ട് നോക്കാം നമുക്ക്. ചേട്ടാ, കേട്ടല്ലേ ഇന്നാള് സുരേഷ് ഗോപി തോക്കും എന്നൊക്കെ പറഞ്ഞു. സുരേഷ് ഗോപി തോക്കണ്ടായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാ, സുരേഷ് ഗോപി ജയിച്ച് എന്ത് ചെയ്യാൻ പറ്റും? എന്താണ് എന്റെ പുള്ളിയുടെ വിജയത്തെ കുറിച്ച് പിന്നെ പറയാം. സുരേഷ് ഗോപിയുടെ വിജയത്തെ പറ്റി സുരേഷ് ഗോപി എന്താ സംഭവം എന്നറിയാമോ? ഇങ്ങനെ അവിടെ കുറെ നാളുകളായിട്ട് ഈ തൃശ്ശൂര് ഉണ്ട്, ഇങ്ങനെ തൃശ്ശൂര് തന്നെ ഉണ്ട്. എല്ലാ മുക്കിലും മൂലയിലൊക്കെ പുള്ളി ഒളിച്ചിരിക്കായിരുന്നു. പുള്ളി എല്ലാ കാര്യത്തിനും ഉണ്ട് അവിടെ. അപ്പൊ ഈ ജീപ്പ്, ഈ അതായത് പുതിയ വോട്ടർമാരൊക്കെ ഇല്ലേ, നല്ല പിള്ളേര് സെറ്റ്, ഇവരുടെ മനസ്സിലേക്കൊക്കെ ഇങ്ങേരി അവിടെ ഇടിച്ചു കയറി. അതന്നെ കാരണം. അതോടോ ഞാൻ പൊക്കോട്ടെ. അല്ലല്ല, കാരണം പറഞ്ഞാൽ നിങ്ങൾ പണ്ട് പലപ്പോഴും ചാനലുകാർ വിടുന്നില്ല കേട്ടോ. സുരേഷ് ഗോപിക്കാനുള്ള ഒരു താല്പര്യം ഇല്ലാത്ത പലരും പറയും. ഇപ്പൊ അദ്ദേഹത്തിന്റെ വിജയം ചെറിയൊരു വിജയം. ഏടോ, ഇതെന്താ സംഭവം എന്ന് നിങ്ങൾക്ക് മനസ്സിലായ? നിങ്ങൾ പറയണൊക്കെ ശരിയാണ്. സുരേഷ് ഗോപി ജയിച്ച് അതൊക്കെ ഓക്കെ. ഈ സുരേഷ് ഗോപി തൃശ്ശൂർ ഞാനിങ്ങനെ എടുക്ക തൃശ്ശൂർക്ക് താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ തലയിൽ എല്ലാവരും കൊണ്ട് തൃശ്ശൂർ വെച്ചു കൊടുത്താറുണ്ട്. ഇനി തൃശ്ശൂരിന്റെ കാര്യം അതോഗതിയായിരിക്കും. ഇത് ചിരിയല്ല മക്കളെ, ഇത് പൊട്ടിക്കരച്ചിലാണ് സത്യത്തിൽ. പിന്നെ അല്ലാതെ പിന്നെ എന്തെന്നാ നമ്മൾ ഇതിന്റെ അത് പറയണേ? എനിക്ക് തോന്നാനുള്ള തൃശ്ശൂര് എന്ന് പറയുന്ന ഒരു എന്താ പറയാ ഒരു നഗരി ഇനി നല്ല അത് നമുക്ക് ഒരു 3-5 കൊല്ലം കൊണ്ട് നമുക്ക് തീരുമാനിക്കാം. പക്ഷെ എന്നാലും നിങ്ങളുടെയൊക്കെ ഉള്ളിലിരിപ്പ് പുള്ളി പൊട്ടും. ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞെങ്കിൽ ഇയാള് ഈ വേറൊരു സത്യം പറയാ, ഇയാള് തോക്കും എന്ന് പറഞ്ഞ് നടന്ന ആളുകളാണ്. അതേപോലെ ഞങ്ങളെ പോലുള്ള ആളുകൾ ഞങ്ങൾ പരാജയപ്പെട്ടു. ഇങ്ങേരെ കരഞ്ഞും കാല് പിടിച്ചും ചാനലുകാരിങ്ങേരെ ബൂസ്റ്റ് ചെയ്തും ഇയാൾ ആവശ്യമുള്ളതിനും ആവശ്യമില്ലാത്തതിനൊക്കെ കൊണ്ടുപോയി പ്രദർശിപ്പിച്ച് ഈ ജനങ്ങളുടെ മനസ്സിൽ ഇയാളെ പതിച്ചളഞ്ഞു. ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഇയാളെ ജയിച്ചു പോയത്. പിന്നെ അത് മാത്രമൊന്നുമല്ല, അവിടെ വേറെ ചില അതൊക്കെ നടന്നിട്ടൊക്കെ ഉണ്ട്. അതൊന്നും പറയല്ല. ഇപ്പൊ ഇദ്ദേഹം തോക്കും, ഇദ്ദേഹം വലിയ കയ്പില്ല എന്ന് പറഞ്ഞ് മറ്റുള്ള 2 പാർട്ടിക്കാരെ ഡൗൺ ആയതുകൊണ്ട് ആവത്തില്ലേ? കാരണം അവര് പ്രവർത്തിക്കാതെ പോയതുകൊണ്ട്. അതായത് ഉള്ള മറ്റു നിങ്ങൾ വിചാരിക്കുന്നത് ഓപ്പോസിറ്റ് പാർട്ടിയിൽ ഒരു പാർട്ടി 3ാം സ്ഥാനത്തേക്ക് പോയി, പിന്നുള്ള പാർട്ടി 2ാം സ്ഥാനത്തേക്ക് വന്ന്. ആ പാർട്ടി അല്ലടോ അവിടെ ജയിക്കേണ്ട പാർട്ടി. ജനങ്ങളുടെ മനസ്സിൽ ഇയാളൊക്കെ തള്ളിക്കയറ്റി ആ വോട്ട് കംപ്ലീറ്റ് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വാരി എല്ലാ കുഴിയിൽ നിന്നും പോയി പെറുക്കിയെടുത്ത് എല്ലാം കൊണ്ടൊന്ന് ചെയ്യിച്ച് അയാള് ജയിച്ച് അയാളുടെ സമയാണ് തിരിക്കണത്. അല്ലാതെ എന്താ പറയാനാണ്, അയാള് ജയിച്ചു പോയി. പക്ഷെ അയാള് ജയിച്ചതില് പേഴ്സണലി പറയണെങ്കിൽ എനിക്ക് സങ്കടം കേട്ടോ. ഞാൻ പോയിക്കോട്ടെ. പിന്നെ എന്തെന്നാ മോനെ പറയേണ്ടത്? ഉള്ള കാര്യം പറയാല. ഇനി ഒരു 5 കൊല്ലം കൊണ്ട് തൃശ്ശൂർ പുള്ളി മാറ്റി കൊടുക്കുക എനിക്ക് തോന്നല്ല. സുരേഷ് ഗോപി എന്ന് പറയുന്ന നടനെ നമുക്ക് ഇഷ്ടമാണ്. സുരേഷ് ഗോപി എന്ന് പറഞ്ഞ രാഷ്ട്രീയക്കാരെ ഇഷ്ടമല്ല. പക്ഷെ ഒരു കാര്യമുണ്ട് ചേട്ടാ, സുരേഷ് ഗോപി ജയിച്ചിരിക്കുന്ന ഒരിക്കലും BJP വോട്ട് മേടിച്ചിട്ടല്ല. അത് BJP തൃശ്ശൂർ എന്തോരം വോട്ടുണ്ടെന്ന് നമുക്കറിയാവുന്നല്ലേ. എന്തോരം വോട്ടുണ്ട്. അത് ഇയാളാ ഇതന്നെ സംഭവം. അതായത് നിങ്ങളെ പോലുള്ള ചാനലുകാര് അദ്ദേഹത്തെ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്ത് നിങ്ങൾക്ക് ആശുപത്രി എന്തെങ്കിലും കിട്ടിയോ? അപ്പൊ നിങ്ങളെ പോലുള്ള ആവശ്യമുള്ളതിനും ആവശ്യമില്ലാത്തതിനും അയാളെ പ്രൊമോട്ട് ചെയ്ത് തൃശ്ശൂർ ഞാനും എടുക്ക, തൃശ്ശൂർ എനിക്ക് അവിടെ പോയി ഇവിടെ പോയി എന്തൊക്കെ കാണിച്ചിട്ടാണ് തൃശ്ശൂർ മേടിച്ചെടുത്ത്. തൃശ്ശൂർ അയാൾ മേടിച്ചെടുത്ത് അങ്ങേരുടെ തലയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. പക്ഷെ തൃശ്ശൂര് അദ്ദേഹം ജയിച്ചു വന്നാലും തോൽവി സമ്മതിക്കണം.
മോനെ നിങ്ങൾ മണ്ടനോട് പറഞ്ഞാൽ സുരേഷ് ഗോപി തോക്കും. സുരേഷ് ഗോപി തോക്കുന്നത് തലേദിവസം വരെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. വോട്ടിടുന്നതിന്റെ തലേദിവസം വരെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത്രക്ക് അതായത് സുരേഷ് ഗോപി ജയിച്ചത് ഈ സുരേഷ് ഗോപിയുടെ മിടുക്കൊണ്ടല്ല സുരേഷ് ഗോപി ജയിച്ചേക്കുന്നത്. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക. ആവശ്യമില്ലാതെ നിങ്ങളെ പോലുള്ള ചാനലുകാരുടെ പ്രൊമോഷൻ കൊണ്ടാണ് സുരേഷ് ഗോപി ജയിച്ചത്. എന്തേ അല്ലെന്ന് പറയാൻ പറ്റുമോ? നിങ്ങൾ അവിടെ പോയിട്ട് ആവശ്യമില്ലാത്തതിനും ആവശ്യമുള്ളതിനും എല്ലാം നിങ്ങൾ ഈ മറ്റേ വീഡിയോ എടുക്കലും പ്രചരിപ്പിക്കലും നല്ല രീതിയിൽ നിങ്ങൾ അദ്ദേഹത്തിന് ഹൈപ്പ് കൊടുത്തിട്ടുണ്ട്. ശരിയല്ലേ? ഇല്ല എന്ന് നിങ്ങൾ പറഞ്ഞു നോക്കണം. ഇങ്ങനെ അത് ഇല്ലേ ചെയ്തിട്ടിട്ട് അങ്ങനെ ജയിച്ചതാണ്. എനിക്കറിയാലോ എത്രയോ മാധ്യമ സുഹൃത്തുക്കളുണ്ട് എന്റെ ഇങ്ങനെ ചാനലായിട്ട് കിടക്കണം. അവര് ഇവിടെ അവിടെ 10,000 വോട്ട് ലീഡ് ചെയ്തപ്പോ ഇവിടെ ടാക്സി വിളിച്ചു പോയ ആൾക്കാരുണ്ടല്ലോ, എനിക്കറിയാലോ. അപ്പൊ അതൊന്നും പറയണ്ട. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടായിരുന്നു അവിടെ ജയിക്കുന്ന. അല്ലാതെ ശരിയായിരിക്കാം, വോട്ട് ഒരുപാട് മറിഞ്ഞ് വോട്ടുണ്ടാവും, പലരുടെ വോട്ട് കാണുന്നില്ല, പല ആളുകളുടെ വോട്ട് കളവുപോയി തൃശ്ശൂര്. അത് മനസ്സിലായ? അപ്പൊ സുരേഷ് ഗോപി, ഞാൻ വീണ്ടും പറയാണ്, സുരേഷ് ഗോപി എന്ന് പറയുന്ന നടനെ ഇഷ്ടമാണ്, രാഷ്ട്രീയക്കാരന് ഇഷ്ടമല്ല. എന്താവോ തൃശ്ശൂരിന്റെ വിധി എനിക്കറിയാൻ പാടില്ല. ഓക്കെ, പോക്കോട്ടെ തന്നെ. താങ്ക് യു. ഇതാണ് പൊട്ടിക്കരച്ചിൽ 1. ഇനി പൊട്ടിക്കരച്ചിൽ 2 ആണ് മക്കളെ. ഒരു 1.5 കരച്ചിലാണ്. അത് ആ ഒരു വിദ്വാനെ ഞാൻ കാണിച്ചത്. ഇത് മൂത്ത കമ്മിയാണ്, ഇത് കഞ്ചാവ് കമ്മിയാണെന്ന് ആരെങ്കിലും സംശയിച്ചു കഴിഞ്ഞാൽ കുറ്റപ്പെടുത്താനാവില്ല. ഈ ഓട്ടോ കമ്മിയേക്കാൾ മൂത്ത കമ്മിയാണ്. നല്ല MDMA കഞ്ചാവൊക്കെ അടിച്ചിട്ടുണ്ട് എന്ന് ആരെങ്കിലും സംശയം തോന്നിക്കഴിഞ്ഞാൽ അതിന് ഞാൻ ഉത്തരവാദിയല്ല. ആ രീതിയിലുള്ള വേറൊരു പൊട്ടിക്കരച്ചിലുണ്ട്. അത് ഈ വിദ്വാനാണ്. ആ വിദ്വാന്റെ ചിത്രം ഞാൻ ഇവിടെ കാണിച്ചു തരാം. ഗംഭീരമായിട്ടുള്ള വിദ്വാനാണ്. കാണുമ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇദ്ദേഹത്തെ ഈ പറയുന്ന പോലെ വല്ലതും അടിച്ചിട്ടുണ്ടോ എന്നുള്ളത്. പുള്ളിയുടെ പൊട്ടിക്കരച്ചിലാണ് മക്കളെ 1.5 പൊട്ടിക്കരച്ചിൽ. കേട്ടോക്കാം. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം പോലും ഈ നാട്, തൃശ്ശൂർ എന്ന് പറയുന്ന നാടിനോട് മനസ്സിലൊരു വെറുപ്പ് വന്നു തുടങ്ങും. അത് എല്ലാ തൃശ്ശൂരുകാരോടും അല്ല, ജനാധിപത്യത്തിന് വേണ്ടി വോട്ട് ചെയ്ത നല്ല തൃശ്ശൂരുകാരുണ്ട്, അവരോടല്ല. താമര കേരളം എന്ന് പറയുന്ന മതനിരപേക്ഷ കോട്ടയുടെ വിലകളല്ല. നാണമില്ലാത്ത, അന്തസ്സില്ലാത്ത, നട്ടലില്ലാത്ത നാറികളായ തൃശ്ശൂരുകാരോട് പുച്ഛം മാത്രം. നോക്കൂ, ഒരു ജനതയോട് ഒന്നടങ്കമാണ് ഈ വിദ്വാന് പുച്ഛം എന്ന് ഈ വിദ്വാൻ പറഞ്ഞിരിക്കുന്നത്. മറ്റൊന്നും കൊണ്ടുമല്ല, ജനാധിപത്യ രീതിയിൽ വോട്ടിംഗ് നടന്ന് അതിൽ തിരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി ജയിച്ചു. ഇനി നോക്കൂ, സുരേഷ് ഗോപി ഒഴികെ വേറെ ഇവിടെ വല്ല സീറ്റുകളും കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇവന്മാർ ആ നാടിനെ ഒന്നടങ്കം പുച്ഛത്തോടെ നോക്കും. ഇനി വേണ്ട കേരളത്തിൽ ഒന്നടങ്കം, വേണ്ട നാടൊന്നടങ്കം, നമ്മുടെ ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ആളുകൾ BJP ജയിപ്പിച്ച് നരേന്ദ്രമോദിജി 3ാമതും അദ്ദേഹത്തിന്റെ സർക്കാർ രൂപീകരിച്ച് ഭരണം തുടങ്ങി. ലോക നേതാവായിട്ടുള്ള അദ്ദേഹത്തെ ലോകം ആദരവോടെ നോക്കുമ്പോൾ അദ്ദേഹത്തെ ജയിപ്പിച്ച എല്ലാ ജനങ്ങളെയും പുച്ഛത്തോടെ നോക്കുക എന്നുള്ളത് അത് ഈ കമ്മ്യൂണിസ്റ്റ് ആശയം പിന്തുടരുന്ന നേതാക്കന്മാരുടെയും അണികളുടെയും മാത്രം ഒരു പ്രത്യേകതയാണ്. ഇനി ഈ 2 വ്യക്തികളെ എടുത്തു നോക്കും. ഇവർ രണ്ടുപേരും ഹിന്ദു സമുദായത്തിൽപ്പെട്ടവരാണ് എന്നുള്ളത് നമുക്ക് കണ്ടാൽ മനസ്സിലാക്കാനാവും. അതിൽ ഈ 2ാമത്തെ കഞ്ചാവ് ഏത് സമുദായത്തിൽപ്പെട്ടതാണെന്ന് എനിക്കറിയില്ല. പക്ഷെ താഴെ കണ്ട ഓട്ടോ ഡ്രൈവർ എന്തായാലും ഹിന്ദു സമുദായത്തിൽപ്പെട്ടത് തന്നെയാണ്. ഇവിടുത്തെ ഹിന്ദു ക്രൈസ്തവ വോട്ടുകളെ ഈ കമ്മ്യൂണിസ്റ്റുകളും കോൺഗ്രസ്സുകാരും വിഭജിച്ചെടുത്തുകൊണ്ട് എത്രത്തോളമാണ് ഇവർക്കെതിരായിട്ട്, ഈ സമുദായത്തിനെതിരായിട്ട് ഈ കമ്മ്യൂണിസം എന്ന ആ ഒരു വിഷം വിഴുങ്ങി തിന്ന് ജീവിക്കുന്ന ഇവരെ ഉപയോഗിക്കുന്നത് എന്ന് ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട്. ഇവിടെ നമ്മൾ മതം തിരുകുകയാണോ എന്ന് ചോദിച്ചാൽ മതം തിരുകേണ്ട ഇടത്തെ മതം പറയേണ്ട ഇടത്ത് പറയുക തന്നെ വേണം. കാരണം അത്തരത്തിലുള്ള രീതിയിലാണ് ഇന്ന് കേരളം പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് നേതൃത്വം കൊടുക്കുന്ന ഭരണവർഗത്തിന്റെ കൃത്യമായുള്ള ആ മുഖംമൂടി ഉണ്ടല്ലോ, അത് വലിച്ചു കീറുമ്പോൾ മതം പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ കീറും. അതിന് നമ്മളെ വർഗീയവാദിയാക്കിയിട്ട് യാതൊരു കാര്യവുമില്ല. നടക്കുന്ന അതല്ലെങ്കിൽ അത് നടത്തുന്ന ആളുകളെ അത് പറയാതെ ഞമ്മന്റെ നേർക്ക് വിരൽ ചൂണ്ടിയിട്ട് യാതൊരു കാര്യവുമില്ല. എന്തായാലും മാക്രികളുടെ ഈ നേതാക്കന്മാരുടെയും അണികളുടെയും ഒക്കെ ഈ പൊട്ടിക്കരച്ചിൽ കണ്ടിട്ട് സംഘ BJP അനുകൂലികൾ അതല്ലെങ്കിൽ സുരേഷ് ഗോപിയെ ജയിച്ച തൃശ്ശൂർ നിവാസികളൊക്കെ ഒന്നടങ്കം പൊട്ടിച്ചിരിക്കുക തന്നെ ചെയ്യുകയാണ്. മരണ വീട്ടിൽ ചെന്ന് കോമഡി പറയാമോ എന്ന് ചോദിച്ചാൽ കമ്മ്യൂണിസം എന്ന് പറയുന്ന ആ വിഷമുണ്ടല്ലോ, ആ വിഷത്തിന്റെ തറവാട്ട് വീട്ടിൽ നടന്ന കൂട്ടമരണത്തിൽ കൃത്യമായിട്ടും ഓരോ ദേശസ്നേഹികളും പൊട്ടിച്ചിരിക്കുക തന്നെയാണ് അവിടെ കോമഡി പറഞ്ഞുകൊണ്ട് എന്ന് എടുത്തു പറയേണ്ടതുണ്ട്. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.